അയാൾ സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൻ്റെ റിവ്യൂ ആണ്. അങ്ങനെ നമ്മുടെ പരമേശ്വരൻ അവിടെ വീട്ടിൽ അങ്ങ് തളർന്നിരിക്കുന്നുണ്ട്. കൂടെ പത്മിനിയും മുത്തശ്ശിയുണ്ട്. അപ്പോൾ അവരോട് പറയുന്നുണ്ട്, പ്രിയങ്കേനെയും വരുണിനെയും അവരെ എന്നേക്കുമായിട്ട് വേർപ്പെടുത്തിയിട്ട് അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ തുടങ്ങണം എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞപ്പോൾ അതിനൊന്നും നടന്നില്ല. ഇനി എന്തായാലും ആ പ്രിയങ്കയും സുകുമാരിയും കൂടി അവരെ എൻ്റെ മക്കളെ ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അവർ സമ്മതിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പരമേശ്വരൻ ഭയങ്കരമായിട്ട് അങ്ങ് ടെൻഷനാവാണ്. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്, മുത്തശ്ശി പറയുന്നുണ്ട്, നീ ഇങ്ങനെ ടെൻഷനാവുന്നു വേണ്ട, നമ്മളെല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ചിരുന്ന് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചർച്ച ചെയ്താൽ ഇതിനുള്ള ഒരു പരിഹാരം കിട്ടും. അതിന് മുന്നേ തന്നെ നീ ഇങ്ങനെ തളർന്നു പോകല്ലേ എന്നൊക്കെ ഇങ്ങനെ അവനോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പത്മിനി പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ കുറച്ച് നേരം റൂമിൽ ഒന്ന് പോയി കിടക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ ഒരു തളർച്ചയിൽ അവരെയും കൊണ്ട് അങ്ങ് റൂമിൽ കിടത്താൻ കൊണ്ടുപോവാണ്. അപ്പോൾ ഇതൊക്കെ ഉർവശിയും കൽപ്പനയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. അപ്പോൾ കൽപ്പന അങ്ങനെ തുള്ളിച്ചാടാണ്. ആ കൽപ്പന പറയുന്നുണ്ട്, എൻ്റെ ചെറിയമ്മയെ കണ്ടോ, നമ്മുടെ ഈ കണിമംഗലം തകരാൻ പോകുകയാണ്, അതിനുള്ള വകുപ്പുകളൊക്കെ എന്തായാലും ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, അതെ എന്നോട് ചന്ദ്രേട്ടൻ പറഞ്ഞതാണ് ഈ ഡോസ് നടക്കില്ല എന്ന്. അപ്പോൾ പിന്നെ ഇവിടെയുള്ള എല്ലാ ആളുകളും ചന്ദ്രേട്ടൻ്റെ കാൽക്കൽ വന്ന് വീഴാനുള്ള ഒരു അവസരങ്ങളൊക്കെ എന്തായാലും ചന്ദ്രേട്ടൻ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഇവർ പറഞ്ഞ് ഇവർ ആ ഒരു അവസരം അങ്ങ് മുതലെടുത്ത് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. പിന്നെ ആരതിയുടെ ഓഫീസിലാണെങ്കിൽ സുകുമാര മുത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട് അവിടെ കാത്തിരുന്ന് മുഷിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, അല്ല ഞങ്ങൾ കുറേ നേരമല്ല അപ്പം ഇങ്ങനെ കാത്തിരുന്നിക്കാൻ തുടങ്ങിയിട്ട്, ഞങ്ങളവിടെ പിടിച്ചെടുത്താൻ തുടങ്ങിയിട്ട്, എന്താ ഈ പൈസ ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഈ സുകുമാര മുത്തശ്ശി അവരോട് അങ്ങ് ചോദിക്കുകയാണ്. അപ്പം ഇവർ പറയുന്നുണ്ട്, അറേഞ്ച് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആകുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവരോട് പറയാണ്. പക്ഷേ ഇവർക്ക് അതൊന്നും അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവരവിടെ കിടന്ന ബഹളം ഉണ്ടാക്കുകയാണ്. അല്ല നിങ്ങൾക്ക് വലിയ കിരീടം ാത്ത രാജകുമാരനും രാജാവും ആയിരുന്നല്ലോ നിങ്ങളുടെ അച്ഛനും മോനും, എന്നിട്ടിപ്പോൾ എന്തായി, ഒരു പൈസ അറേഞ്ച് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല എഗ്രിമെൻ്റ് ഉള്ളതുപോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഈ സുകുമാരി മുത്തശ്ശി അവരോട് ഷൗട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. പ്രിയങ്ക അവരോട് പറയുന്നുണ്ട്, അല്ല ഞങ്ങൾ ഈ എഗ്രിമെൻ്റൊക്കെ തെറ്റിച്ചാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്നൊക്കെ വലിയ ഭീഷണിയായിരുന്നല്ലോ, എന്നിട്ടിപ്പോൾ എവിടെ നിങ്ങളുടെ വാക്കൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട് വീണ്ടും അവരെ അങ്ങ് കരുത്ത് സംസാരിക്കാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് രാധിക പ്രിയങ്കനോട് പറയുന്നുണ്ട്, എന്നിട്ട് പ്രിയങ്ക അവിടെ അറേഞ്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞല്ല, എന്താ നിനക്കൊന്നും മനസ്സിലാക്കിയാലേ എന്നൊക്കെ ഇങ്ങനെ അവളോട് ചോദിക്കുമ്പോൾ പ്രിയങ്ക അവളോട് തിരിച്ച് പറയുന്നുണ്ട്, അല്ല നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ എന്തിനാണ് മനസ്സിലാക്കേണ്ടത്, ഇനി എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാന്നുള്ള ആഗ്രഹം അങ്ങ് എടുത്ത് കളഞ്ഞേക്ക് എന്നൊക്കെ ഇങ്ങനെ അവരോട് അങ്ങ് പറയുന്നുണ്ട്. പ്രിയങ്ക വീണ്ടും അവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഇനി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ ഒരാൾ എന്തായാലും ജയിലിൽ കിടക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുകുമാര മുത്തശ്ശി പറയുന്നുണ്ട്, എടി അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട മോളെ, എന്തായാലും ഈ വക്കീലിനും ഉണ്ട്, വക്കീലും ഞങ്ങളെ കുറേ അങ്ങ് വെള്ളം കുടിപ്പിച്ചതല്ലേ ഈ കോടതിയുടെ മുന്നിൽ പുറത്ത് നിന്നിട്ട്, നിങ്ങൾക്കും ഉണ്ടാകും പണി, പിന്നെ ഇവർ രണ്ടുപേരും തുള്ളുന്നത് നിൻ്റെ വാക്കും കേട്ടിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരതിക്കെതിരെ അവരങ്ങ് കയർത്ത് സംസാരിക്കുന്നുണ്ട്. പ്രിയങ്ക പറയുന്നുണ്ട്, ഞങ്ങളെന്തായാലും പോവുകയാണ്, പിന്നെ ആ എഗ്രിമെൻറ്റ് മറികടക്കാനുള്ള എന്തെങ്കിലുമൊക്കെ വഴികൾ ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീണ്ടും അവിടെ നിന്ന് അവരിനി ഈ എഗ്രിമെൻറ്റിന് തയ്യാറല്ല എന്നുള്ള മട്ടിൽ അവരങ്ങ് തിരിച്ചു പോകാനങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, നിനക്ക് കുറച്ചുകൂടി ഒന്ന് കാത്തിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുകുമാര മുത്തശ്ശി അറിയുന്നുണ്ട്, അല്ല ഞങ്ങൾ ഇനി എന്തിനാണ് കാത്തിരിക്കുന്നത്, നിങ്ങൾ പറഞ്ഞ 25 കോടി ഇവിടെ മേശപ്പുറത്ത് ഇപ്പോൾ അങ്ങ് വെക്കാൻ കഴിയും എന്നൊക്കെ സുകുമാരി മുത്തശ്ശി ഇവരോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഉത്തരമില്ലാതെ അവരാകെ അങ്ങനെ തല താഴ്ത്തി നിൽക്കുന്ന സമയത്താണ് ശ്യാമയുടെ ആ വരവ്. അപ്പോൾ ശ്യാമ കഴിയും എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചെക്കുമായിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി വരികയാണ്. അപ്പോൾ ശ്യാമനെ കാണുമ്പോൾ ഇവർ രണ്ടുപേരൊക്കെ ഒന്ന് ഞെട്ടുന്നുണ്ട്, തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ പെട്ടെന്ന് ശ്യാമ അവിടെ കാണുമ്പോൾ തന്നെ ഇവരൊന്ന് ഞെട്ടുന്നുണ്ട്. അപ്പോൾ ശ്യാമ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യപ്പെട്ട 25 കോടി എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തരാം, ഈ എഗ്രിമെൻറ്റ് എന്തായാലും മുന്നോട്ട് പോകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ പറയുന്നുണ്ട്. പിന്നെ എൻ്റെ പണം എന്ന് പറയുന്നത് അത് എല്ലാം എൻ്റെ മകൾക്കുള്ളതാണ്, അതുകൊണ്ട് ഈ ഒരു പണം അത്യാവശ്യം തന്നെയാണ് അവർക്ക്, ഈ പണം കൊടുത്ത് ആ ഒരു അഗ്രിമെൻറ്റിൽ നിന്ന് സൈൻ ചെയ്ത് വെക്കുക എന്നൊക്കെ ഇങ്ങനെ ഈ ആരതിനോട് ഈ ശ്യാമ അങ്ങ് ആവശ്യപ്പെടാണ്. അപ്പോൾ ശ്യാമ ഈ പറഞ്ഞത് കേട്ടിട്ട് ആരതി പറയുന്നുണ്ട്, എന്നാൽ പ്രിയങ്കയെ ആ ഒരു ചെക്ക് വാങ്ങിയിട്ട് ഈ പേപ്പറിലൊക്കെ ഒന്ന് സൈൻ ചെയ്തേക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ സുകുമാരി പറയുന്നുണ്ട്, ഈ ചെക്കിന് എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പമുണ്ടോ ഇല്ല എന്നൊക്കെ ഞങ്ങളെങ്ങനെ അറിയുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആരതി പറയുന്നുണ്ട്, എന്തായാലും ശ്യാമയുടെ ചെക്കിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല, ശ്യാമയുടെ ചെക്ക് മടങ്ങില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ ആരതി പറയുന്നുണ്ട്. ശ്യാമയും പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട, ഈ ചെക്ക് എന്തായാലും മടങ്ങില്ല, അത് ഞാൻ തരുന്ന ഒരു ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ ഈ ശ്യാമ അവരോടങ്ങ് പറയണേ. അപ്പോൾ പിന്നെ അവർക്ക് ചെറിയൊരു വിശ്വാസമൊക്കെ വരുന്നുണ്ട്.
ആരതി പ്രിയങ്കനോട് ആ ചെക്ക് ലീഫ് വാങ്ങിയിട്ട് ആ ഒരു ഡിവോഴ്സ് പേപ്പറിൽ അങ്ങ് സൈൻ ചെയ്യാൻ പറയാണ്. അപ്പോൾ അത് പറയുന്ന സമയത്ത് ഇവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ചെറിയ എന്തൊക്കെ ഇങ്ങനെ ചർച്ചകളാണ്. ഈ സുകുമാരി മുത്തശ്ശിക്കും പ്രിയങ്കക്കും മുഖത്തോടെ മുഖം നോക്കിയിട്ട് അവരിങ്ങനെ കണ്ണോട് കണ്ട എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ മടിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് ആരതി പറയുന്നുണ്ട്, എന്താ സൈൻ ചെയ്യുന്നില്ലേ? നിങ്ങൾക്ക് ഇതുവരെയുള്ള ആവശ്യം ആ പണം ഇപ്പോൾ തന്നെ ഇവിടെ കിട്ടണം എന്നായിരുന്നല്ലോ. ആ ഒരു പണമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് സൈൻ ചെയ്യേ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു അഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തത് കൊണ്ട് നിങ്ങളിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു നിയമ നടപടികളിൽ നേരിടേണ്ടി വരും. പിന്നെ നിങ്ങൾ ജയിലിൽ തന്നെ ജീവിതകാലം മുഴുവനും കിടക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ ഇവരോട് ഇങ്ങ് പറയാണ്. അപ്പോൾ ആ ഒരു സംസാരം അങ്ങ് കേൾക്കുമ്പോൾ പിന്നെ ഇവരങ്ങ് സൈൻ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു ഡിവോഴ്സ് അങ്ങ് നടക്കുകയാണ് അവിടെ. അപ്പോൾ പിന്നെ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം ശ്യാമ പറയുന്നുണ്ട്, ഇനി നിങ്ങൾ എൻ്റെ മകളുമായിട്ടുള്ള യാതൊരു ബന്ധവും ഉണ്ടാവരുത്. അവളെ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ നിന്നും ബുദ്ധിമുട്ടാക്കരുത്. ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും നേരിട്ടല്ലാതെ എങ്ങനെയായിട്ടും എൻ്റെ മകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾ ഉണ്ടാക്കരുത് എന്നൊക്കെ ഇങ്ങനെ ഈ ശ്യാമ അവരോട് രണ്ടുപേരോടായിട്ടൊരു താക്കീതായിട്ട് പറയാണ്. അപ്പോൾ ആരതി പറയുന്നുണ്ട്, അതൊന്നും ഇനി അവരെ ഉണ്ടാക്കില്ല എന്ന് നല്ല ഉറപ്പുണ്ട്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവർ ഇതിൻ്റെ നിയമ നടപടികളിൽ നേരിടേണ്ടി വരും. കാരണം അങ്ങനെ ഒരു അഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭവിഷ്യത്തും നേരിടേണ്ടി വരും എന്ന് ആരതി അവർക്കൊരു ചെറിയൊരു ഭീഷണി മുന്നേ തന്നെ അങ്ങ് കൊടുക്കുകയാണ്. അവർ ആ പണം കൊണ്ട് പോകാൻ നേരത്ത് നമ്മുടെ പ്രിയങ്കനോട് രാധിക പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഈ വാങ്ങിയ ഈ ഒരു പണം ഇല്ലാതെ എൻ്റെ ജീവിതത്തിൻ്റെ പണമാണ്, അതെന്തായാലും നീ വില പേശി തന്നെ വാങ്ങിച്ചിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ അവളോട് പറയാണ്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, ഇനിയെങ്കിലും നിനക്ക് കിട്ടിയ ഒരു പണം കൊണ്ട് നീ നിൻ്റെ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്താൻ നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ സുകുമാരി മുത്തശ്ശി അവരോട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുച്ഛം കാണിച്ച് അവർ രണ്ടുപേരും അങ്ങ് ഇറങ്ങിപ്പോവാണ്. അവർ പോയി കഴിഞ്ഞതിന് ശേഷം ഈ ശ്യാമനോട് ഈ വരുണും രാധികയും കൂടി അങ്ങ് സംസാരിക്കുകയാണ്. ഞങ്ങളൊരു വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു, അപ്പോഴാണ് ശ്യാമ വന്നത് എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ എന്തായാലും ശ്യാമനോട് അങ്ങ് പറയാണ്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഇന്ന് എൻ്റെ മക്കളല്ല, അപ്പോൾ എനിക്കുള്ളതെല്ലാം നിങ്ങൾക്കുള്ളതാണ്, അപ്പോൾ എൻ്റെ പണം എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളത് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ അവരോട് പറയാണ്. അപ്പോൾ ആരതിയും പറയുന്നുണ്ട്, എന്തായാലും ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്, ഇനി അവർ രണ്ടുപേരും തമ്മിലുള്ള യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഇനി അങ്ങ് സമാധാനമായിട്ട് അങ്ങ് ജീവിക്കുക. ഇപ്പോൾ എൻ്റെ ഡ്യൂട്ടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്, ഇനി എന്തായാലും അവരുടെ ആ ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല എന്നുള്ള ആ ഒരു ഉറപ്പ് എന്തായാലും ആരതി അവർക്ക് അങ്ങ് കൊടുക്കുകയാണ്. ഇനി എങ്ങാനും അങ്ങനെ വന്നാൽ അതിനുള്ള നിയമ നടപടികളും അവർ നേരിടേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഇനി അവർ നിങ്ങൾ ശല്യം ചെയ്യാൻ വരില്ല, ഇനി സ്വസ്ഥമായിട്ട് അങ്ങ് ജീവിക്കുക എന്നൊക്കെ വരുണിനും രാധികക്കും ആരതി അങ്ങ് ഉറപ്പ് കൊടുക്കുകയാണ്. ആ സമയത്ത് ശ്യാമ ആരതിക്ക് നന്ദി പറയുന്നുണ്ട്, ഇത്രയും ഒരു വലിയൊരു ഉപകാരം അവർക്ക് ചെയ്തു കൊടുത്തതിന് അവരോട് ഒരു നന്ദി പറയാണ്. എന്നിട്ട് ശ്യാമ പറയുന്നുണ്ട്, ഈ ഒരു സംഭവത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും, ഇത്രയും ഒരു പ്രശ്നം തന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മകളുടെ ആ ഒരു ജീവിതത്തിൽ നിന്ന് അങ്ങ് ഒഴിഞ്ഞു പോയിരിക്കുകയാണ്, അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും എന്നൊക്കെ അങ്ങനെ പറയാണ്. പിന്നെ കണിമംഗലത്താണെങ്കിൽ വീട്ടിൽ അച്ഛനൊന്നും ഒന്നും അറിയാതെ അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ പരമേശ്വരൻ്റെ വിചാരം ഇപ്പോഴും ആ ഡിവോഴ്സ് കേസ് നടന്നിട്ടുണ്ടാവില്ല, ആ ഒരു പണം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ള ആ ഒരു ടെൻഷനിൽ നിൽക്കുകയാണ് അവിടെ പത്മിനി അച്ഛനും അതുപോലെ തന്നെ നമ്മുടെ ജയഭാരതി മുത്തശ്ശി. അപ്പോൾ ഈ പരമേശ്വരൻ പറയുന്നുണ്ട്, ഞാൻ ഭയങ്കര സന്തോഷവതിയായിരുന്നു, കുറച്ച് ദിവസമായിട്ട് എൻ്റെ മകൻ്റെ ജീവിതം ഒന്ന് രക്ഷപ്പെടാൻ പോവുകയാണല്ലോ, ആ ഒരു പണം കൊടുത്തിട്ട് എൻ്റെ മകൻ്റെ ജീവിതം ഒന്ന് സേഫാക്കാൻ പോവുകയാണ് എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഭയങ്കര സന്തോഷവതിയായിരുന്നു. അതുകൊണ്ട് തന്നെ 2-3 ദിവസമൊക്കെ ആളുകൾ എന്നെ ഇങ്ങനെ വിളിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഒരുപാട് നേരം അവരോട് ഇങ്ങനെ സംസാരിച്ചിരിക്കും. അപ്പോൾ അവരെന്നോട് ചോദിക്കുകയും ചെയ്തിരുന്നു, പരമേശ്വരൻ ഇപ്പോൾ ഈയിടെയായിട്ട് ഭയങ്കര സന്തോഷമാണല്ലോ, ഭയങ്കര സമാധാനമൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ അവരെന്നോട് ചോദിക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവരിങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ കൽപ്പന ഉർവശി അങ്ങോട്ട് അങ്ങ് കയറി വരികയാണ്. അപ്പോൾ ഇവർ ചോദിക്കാൻ എന്താണ് സംഭവം എന്നൊക്കെ ഇങ്ങനെ ഒന്നും അറിയാത്ത മട്ടിൽ അങ്ങ് ചോദിക്കാൻ വേണ്ടി അങ്ങ് കയറി വരികയാണ്. അപ്പോൾ ഈ ഉർവശിയും കൽപ്പന പറയുന്നുണ്ട്, അയ്യോ എന്ത് പറ്റി, നിങ്ങൾക്ക് എന്തെങ്കിലും തളർച്ച വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്നൊക്കെ അങ്ങനെ ഒന്നും അറിയാത്ത മട്ടിൽ ഇവരിങ്ങ് സംസാരിക്കുകയാണ്. അപ്പോൾ ഇവരൊന്നും പറയുന്നൊന്നുമില്ല. ആ സമയത്ത് ഉർവശി പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ അങ്ങ് ഒഴിവാക്കി വിടുന്നതാണല്ലോ, ഞങ്ങളെ ഒന്നും ചർച്ചയ്ക്ക് ഒന്നിനും കൂട്ടില്ല, ഞങ്ങളെ വേറെ അങ്ങ് മാറ്റി നിർത്തുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ഉർവശി അവരോട് പറയുമ്പോൾ ഈ പരമേശ്വരൻ പറയുന്നുണ്ട്, അതിന് ഇനിയൊരു ബഹളമൊന്നും വേണ്ട, കാര്യം ഞാൻ പറയാം, ഈ വരുണിൻ്റെ ഡിവോഴ്സിന് വേണ്ടിയിട്ട് ഈ പ്രിയങ്ക 25 കോടി ചോദിച്ചിരുന്നു, പക്ഷേ നമ്മുടെ ബാങ്കിൻ്റെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും സീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയിൽ എന്തോ ഒരു സാമ്പത്തിക തിരിമറികൾ നടന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാ ബാങ്കുകളും സീസ് ചെയ്തുകൊണ്ട് ആ ഒരു 25 കോടി കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ള കാര്യങ്ങൾ ഇവരോട് അങ്ങ് പറയാണ്. അപ്പോൾ ഉർവശി ഭയങ്കര സങ്കടം അങ്ങ് അഭിനയിക്കുകയാണ്. അപ്പോൾ അയ്യോ ഇതെന്താ സംഭവം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അല്ല ഇത്രയും വലിയൊരു തിരിമറി നടക്കാൻ ചന്ദ്രേട്ടനും കൂടിയിട്ട് ഒരുമിച്ച് ഏട്ടൻ്റെ
കൂടെ അങ്ങ് ജോലി ചെയ്തിരുന്ന സമയത്ത് കമ്പനി നല്ല രീതിയിൽ പോയതായിരുന്നു, ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ കൽപ്പന പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിലേ ഈ ഒരു കാര്യത്തിൽ നന്നായിട്ടൊരു ഡീപ്പായിട്ടൊരു അന്വേഷണം തന്നെ വേണ്ടി വരും, അപ്പോൾ അറിയാം ആരൊക്കെയാണ് എന്നൊക്കെ അങ്ങനെ ഇവർ പറയുമ്പോൾ നമ്മുടെ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, അത് ശരിയാ, എന്തായാലും ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് നന്നായിട്ടൊന്ന് അന്വേഷിക്കുന്നുണ്ട്, അപ്പോൾ അറിയാം ആരാണ് എന്നൊക്കെ ഈ ജയഭാരതി മുത്തശ്ശി അവരോട് അങ്ങ് അർത്ഥം വെച്ച് അങ്ങ് സംസാരിക്കുകയാണ്. ഈ ചന്ദ്രേട്ടനായിരിക്കും അതിൻ്റെ പിന്നിൽ എന്നുള്ള രീതിയിലാണ് ഈ ജയഭാരതി മുത്തശ്ശി പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ ഉർവശിക്ക് പിടിക്കുന്നില്ല. അപ്പോൾ ഉർവശി പറയുന്നുണ്ട്, ആ പറഞ്ഞത് ഞങ്ങൾ ചന്ദ്രേട്ടനാണ് ഇതിന് പിന്നിലൊക്കെ എന്നല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ അവർ രണ്ടുപേരും കമ്പനി കൊണ്ട് നടന്നിരുന്ന സമയത്ത് യാതൊരു കുഴപ്പവും കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ ഇടപാടുകളിൽ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് പ്രശ്നങ്ങൾ. അപ്പോൾ നിങ്ങളെ ഒരു കാര്യം ചെയ്യുമ്പോൾ വരുന്നല്ല ഇപ്പം കമ്പനി നോക്കി നടത്തുന്നത്, അവനെ പിടിച്ചങ്ങ് ചോദ്യം ചെയ്യേ, അപ്പോൾ ചിലപ്പം അവൻ്റെ അറിയുന്ന രീതിയിലായിരിക്കും വേണമെങ്കിൽ ഇതൊക്കെ അങ്ങനെ ചെയ്ത് വെച്ചത് എന്നൊക്കെ ഇങ്ങനെ ഇവരോട് അങ്ങ് പറയണം. പക്ഷേ അത് പത്മിനിക്കൊന്നും ഒട്ടും ഇഷ്ടമാവുന്നില്ല, വരുന്നതിനെ അങ്ങ് കുറ്റം പറഞ്ഞത്. അവൻ പത്മിനി ഇങ്ങനെ പറയുന്നുണ്ട്, ഉർവശി നീ എന്തൊക്കെയാണ് ഈ സംസാരിക്കുന്നത് എന്നൊക്കെ അങ്ങ് പറഞ്ഞിട്ട് അവരോടങ്ങ് ഷൗട്ട് ചെയ്യുന്നുണ്ട്. വരുന്ന അത്തരക്കാരനല്ല, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ള രീതിയിൽ ഈ പത്മിനി അവരോടും പറയാണ്. പക്ഷേ ഈ ഉർവശിയും കൽപ്പനയാണെങ്കിൽ അവർക്ക് ഇങ്ങനെ വേദന വരുന്ന രീതിയിൽ സംസാരിച്ചിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങ് പോകുന്ന സമയത്ത് ഇവരിങ്ങനെ പറയുന്നുണ്ട്, ഭയങ്കര ദുഷ്ടകൾ, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടായിരിക്കും വേണമെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്, എന്നിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ നമ്മൾ ചോദിക്കുന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ജയഭാരതി മുത്തശ്ശിയും പത്മിനിയും കൂടി ഇങ്ങനെ പറയുന്നുണ്ട്. പത്മിനി പറയുന്നുണ്ട്, ഈ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന രണ്ട് പേരാണ് ഇപ്പോൾ അങ്ങ് പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ഇങ്ങനെ ആ ഒരു വെറുപ്പ് ഇവർ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വരുണും രാധികയും കൂടി വീട്ടിലേക്ക് അങ്ങ് കയറി വരികയാണ്. അപ്പോൾ ഇവർ എന്താ സംഭവം എന്നൊന്നും വീട്ടിലുള്ള ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു വാർത്ത ഇവരോട് പറയാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇവർ അങ്ങ് കയറി വരുന്നത്. അപ്പോൾ കയറി വരുന്ന സമയത്ത് തന്നെ വീടിൻ്റെ അകത്ത് നമ്മുടെ ഉർവശിയും കൽപ്പനയും കൂടി ഇങ്ങനെ സംസാരിക്കുന്നത് ഇവരെന്തായാലും കയറി വരുന്ന സമയത്ത് തന്നെ കേൾക്കുകയാണ്. അപ്പോൾ കൽപ്പന പറയുന്നുണ്ട് ഉർവശിനോട്, ചെറിയമ്മ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഉർവശി പറയുന്നുണ്ട്, എന്തായാലും ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര സങ്കടമായിട്ട് നിൽക്കുകയാണെങ്കിലും നമുക്കിത് ആഘോഷിക്കാൻ പറ്റിയൊരു അവസരം തന്നെയാണ്, എന്തായാലും കേക്കൊക്കെ മുറിച്ച് നമുക്കങ്ങ് ആഘോഷിക്കാടി ഇത് എന്നൊക്കെ ഇങ്ങനെ ഇവർ ചർച്ച ചെയ്യുന്നതൊക്കെ എന്തായാലും നമ്മുടെ വരുണും രാധികയും പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, നമുക്ക് ഇവർക്കൊരു പണി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളങ്ങ് അഭിനയിക്കുകയാണ്. അയ്യോ അവൾ ആ ഡിവോഴ്സ് നടന്നിട്ടില്ല എന്നുള്ള മറ്റിൽ ഇവർ രണ്ടുപേരും നന്നായിട്ട് അവിടെ ഇരുന്ന് അങ്ങ് അഭിനയിക്കുകയാണ്. അപ്പോൾ ഇവളങ്ങ് കരഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് ആ സോഫയിൽ അങ്ങ് വന്നിരിക്കുന്നു. അപ്പോൾ ഈ വരുണും പിന്നാലെ ഓടുന്നുണ്ട്, രാധികയെ നീ ഒന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനും പിന്നാലെ ഓടുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുടെ വിചാരം ഇതൊക്കെ കറക്റ്റാണ്, ഇവരുടെ ആ ഡിവോഴ്സ് നടന്നിട്ടില്ല എന്നുള്ളൊരു വിശ്വാസത അങ്ങ് അവർക്ക് രണ്ടുപേർക്കും അങ്ങ് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രാധിക പറയുന്നുണ്ട്, എന്നാൽ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു, നമ്മുടെ ജീവിതം ഒന്ന് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഒന്നും നടന്നില്ലല്ലോ, ആ ഒരു പണം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള രീതിയിൽ ഈ പ്രിയങ്ക അല്ല രാധിക അവിടെ എന്നങ്ങ് കരയാണ്. അപ്പോൾ ഈ കരച്ചിലൊക്കെ കേട്ടിട്ട് വരുന്ന അവരങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് എന്താ സംഭവം എന്നൊക്കെ ഇങ്ങനെ ഇവരോട് അങ്ങ് ചോദിക്കാണ്, എന്തേ ഡിവോഴ്സ് ചെയ്യാൻ പോയിട്ട് ഒന്നും നടന്നില്ലേ എന്നൊക്കെ ഈ ഉർവശിയും കൽപ്പനയും ഈ രാധികനോട് ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട്, ഇല്ല ആ പണം അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഒന്നും നടന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരങ്ങ് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയാണ്. അപ്പോൾ ഈ വരുണും രാധികനോടും ഈ ഉർവശി പറയുന്നുണ്ട്, അല്ല നിങ്ങൾ വേഗം അച്ഛനെ ഒന്ന് പോയി കണ്ടേക്ക്, അച്ഛനെ അവിടെ തളർന്ന് കിടക്കുകയാണ്. അപ്പോൾ വരുണ് ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛനെന്താ പറ്റി എന്നൊക്കെ ഇങ്ങനെ അവരോട് ചോദിക്കുകയാണ്. അപ്പോൾ കൽപ്പന പറയുന്നുണ്ട്, അച്ഛനെന്ത് പറ്റാന്ന് ഇങ്ങനെയുള്ളൊരു വാർത്ത അല്ല കേട്ടത്, അതുകൊണ്ട് തന്നെ അച്ഛന് നെഞ്ചിന് വേദനയൊക്കെ വന്നിട്ട് ആകെ തളർന്ന് കിടക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ഇവർക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ഷോക്കാകാണ്. പിന്നെ വരുണിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ വരുണിൻ്റെ അച്ഛന് നേരെ അവനെ അങ്ങ് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. ആ ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് വന്നല്ലോ എന്നുള്ള ആ രീതിയിൽ അവനെ അങ്ങ് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കുക എന്നൊക്കെ നമുക്ക് നോക്കിക്കാണാം. കാരണം ഈ ഒരു ഡിവോഴ്സ് കഴിഞ്ഞ് ഇനി പ്രിയങ്കയുടെയും ഈ സുകുമാരി മുത്തശ്ശിയുടെയും ശല്യം ഉണ്ടാവില്ല എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമെങ്കിലും അവരങ്ങനെ വെറുതെ ഇരിക്കും എന്നൊന്നും തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് എന്താണ് സംഭവിക്കുക എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. ഓക്കെ, ബൈ ഓൾ.